മലപ്പുറത്തിൻ്റെ സാഹചര്യം അനുഭവം നേരത്തെ ഒരു ഹോട്ടലിലെ അവസ്ഥ നമ്മളെ കാണിച്ചു തന്നു. ഈ കാറ്ററിംഗ് സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഇഫ്താർ സംഗമങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ രീതിയിൽ വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഒരുക്കേണ്ട ഇടങ്ങളിലേക്കാണല്ലോ ഈ ഇഫ്താർ സംഗമമൊക്കെ ഒരുക്കുന്ന സ്ഥലങ്ങളാണല്ലോ വലിയ കാറ്ററിംഗ് ഗ്രൂപ്പുകൾ. അപ്പോൾ മലപ്പുറത്ത് അല്ലെങ്കിൽ മലബാർ മേഖലകളിൽ ഇത് ഏത് തരത്തിലാണ് ആ പ്രതിസന്ധിയെ മാറുന്നത്? ഹോട്ടലുകൾക്കപ്പുറം ഈ വലിയ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലേക്കാണോ? സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ നോമ്പ് കാലത്ത് ഹോട്ടലുകളേക്കാൾ കൂടുതൽ ചെറുകിട കാറ്ററിംഗ് യൂണിറ്റുകളൊക്കെയാണ് തിരക്കേറുക. കാരണം വൈകുന്നേരങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ ഇവിടുത്തെ ഒരു സൗഹൃദ സംഗമ വേദി കൂടിയാണ്. അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഇഫ്താർ വേദികൾ ധാരാളമായിട്ടുണ്ട്. അവിടേക്കൊക്കെ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് പലപ്പോഴും ചെറുകിട കാറ്ററിംഗ് യൂണിറ്റുകളാണ്, സംവിധാനങ്ങളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്ത് അക്ബർ ഖാൻ്റെ കാറ്ററിംഗ് സ്ഥാപനത്തിലാണ്. അദ്ദേഹം ഇവിടെ ചെറുകിട അതുപോലെ ഇടത്തരം കാറ്ററിംഗ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇഫ്താറിൻ്റെ സംഗമങ്ങൾ അത് സാധാരണഗതിയിൽ ഏറ്റവും അധികം തിരക്കുള്ള സമയം കൂടിയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു പാചകവാതകത്തിൻ്റെ പ്രതിസന്ധി ഇവിടേക്ക് വരുന്നത്. അക്ബർ ഖാ, ഇപ്പോൾ ഈ ചകിരി തന്നെ ഈ ഇവിടെ ഉള്ളൊരു പ്രതിസന്ധി തന്നെ സൂചിപ്പിക്കുന്നതാണല്ലോ. എങ്ങനെയാണ് ഈ പാചകവാതക ക്ഷാമം നിങ്ങൾ ഈ ഒരു കാറ്ററിംഗ് സ്ഥാപനത്തെയൊക്കെ ബാധിച്ചിട്ടുള്ളത്? പാചകവാതകത്തിൻ്റെ ക്ഷാമം കാറ്ററിംഗ് സ്ഥാപനത്തെ വളരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ചകിരിയും വിറകും തന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത് തന്നെ നാളെ ഗ്യാസ് കിട്ടാത്ത സാഹചര്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാത്ത സ്ഥിതിയിലാണ്. മാത്രമല്ല എല്ലാ സാധനത്തിൻ്റെയും വില വർധനവും ഈ പാചകവാതകം കിട്ടാത്ത സാഹചര്യവും കിട്ടിയാൽ തന്നെ അതിൻ്റെ കാശിൻ്റെ വില വർധനവും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എത്ര കുറ്റി ഗ്യാസാണ് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് ഒരു ദിവസം ആവശ്യം വരുന്നത്? നമുക്കൊരു ദിവസത്തിൽ എന്ന് പറയുമ്പോൾ ഒരു വർക്കിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്. എങ്ങനെയായാലും ഒരു മാസത്തിൽ ഈ വാണിജ്യ കുറ്റി എന്ന് പറയുമ്പോൾ ഒരു 5-6 കുറ്റിയൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ അത് കൂടുതൽ വേണ്ടി വരും. അത് വർക്കിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. പ്രത്യേകിച്ച് റമദാൻ്റെ കാലമായതുകൊണ്ട് ഇഫ്താർ മീറ്റും മറ്റു പരിപാടികളും അടുത്ത വാരം മുതൽ ഈദ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈദിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങൾ വരും. ആ സമയത്ത് ഗ്യാസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഗ്യാസുകാരെന്താ പറയുന്നത്? ഗ്യാസുകാർ പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഇന്ന് ബുക്ക് ചെയ്താൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ. ആ സാഹചര്യമാണ്. എന്നാൽ അവർ പറയുന്ന കാശ് കൊടുക്കുകയും വേണം. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനേക്കാൾ ഒരു ആശങ്ക നൽകുന്നതാണല്ലോ, പെരുന്നാൾ സമയത്താണല്ലോ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു തിരക്കുണ്ടാകുന്നത്. പെരുന്നാളിനൊക്കെ എത്ര ഓർഡർ കിട്ടാറുണ്ട് സാധാരണ രീതിയിൽ? പെരുന്നാളിലേക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ ബക്കറ്റ് ബിരിയാണിയാണ് കൊടുക്കാറുള്ളത്. ബക്കറ്റ് ബിരിയാണി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-2.5 കിൻഡൽ 3 കിൻഡലൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ 3 കിൻഡലൊക്കെ ബക്കറ്റ് ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാധന സാമഗ്രികൾ പ്രത്യേകിച്ച് ഗ്യാസ് വളരെയധികം നിർബന്ധമാണ്. അത് കിട്ടാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ മേഖല അടച്ചുപൂട്ടൽ പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യത. ഒരാഴ്ചയും കൂടെ ഉള്ളൂ കഷ്ടിയില്ലേ പെരുന്നാൾ? ഒരാഴ്ചയുള്ളൂ കഷ്ടിച്ച പെരുന്നാളിൽ. ആ ഒരു ഘട്ടത്തിൽ ഗ്യാസിൻ്റെ പ്രതിസന്ധി നിലനിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഒരു പോംവഴി എന്താ കണ്ടിരിക്കുന്നത്? തൽക്കാലം ഈ വിറക് ചേരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വരുമ്പോൾ ഈ വിറകിനും ചേരിക്കും കിട്ടാത്ത സാഹചര്യം വരുന്നുണ്ട്. അതിന് തന്നെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്ന് തകരുമ്പോൾ മറ്റൊന്നിന് വളം എന്ന് പറയും പോലെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ വിറകിൻ്റെയൊക്കെ വില കൂടാൻ തുടങ്ങിയോ? വിറകിൻ്റെ വില വലിയ രീതിയിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ലേബർ ചാർജ്. ഇതാണിപ്പോൾ നമ്മുടെ അടുപ്പ് അല്ലേ? ഇവിടെയാണ് നമ്മുടെ അടുപ്പ്. വിറകെല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസിന് പകരം തൽക്കാലം വിറകൊക്കെ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട്. ഈ ലേബർ ചാർജും വരില്ലേ വിറകൊക്കെ കൊണ്ടുവരുമ്പോൾ? ലേബർ ചാർജ് വളരെയധികം വരും. കാരണം ഈ വിറകിൻ്റെ വില, വണ്ടിയുടെ വാടക, ഈ ലേബർ ചാർജ് ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് ഞങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. ഇതിൽ എന്താണ് ഗ്യാസുകാരെ പറയുന്നത്? പ്രതിസന്ധിക്ക് ഒരു അയവുണ്ടാവുമോ ഇനിയുള്ള ദിവസങ്ങൾ? അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് ആവില്ലേ? പെരുന്നാൾ പ്രതിസന്ധിയിലാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഗ്യാസുകാർ പറയുന്നത് യുദ്ധത്തിൻ്റെ ഒരു പോക്കുവരവ് എങ്ങനെ നോക്കിയിട്ടായിരിക്കും അതിനൊക്കെ തീരുമാനം വെക്കുക. എന്തായാലും ഒരു 10-15 ദിവസത്തിനകം യുദ്ധം അവസാനിക്കും, പഴയ രീതിയിൽ തിരിച്ചു വരുമെന്ന്. വില കൂട്ടിക്കൊടുത്താലും കിട്ടാത്ത അവസ്ഥയാണല്ലേ? വില കൂട്ടിക്കൊടുത്താലും കാശ് കൂട്ടിക്കൊടുത്താലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടാത്ത സാഹചര്യം. കൊടുക്കേണ്ടി വരും ഗ്യാസിന്? ഇപ്പോൾ ഒരു 19 കിലോയുടെ ഒരു കുറ്റിക്ക്, വാണിജ്യ കുറ്റിക്ക്, കാണുന്ന കുറ്റിക്ക് വരുന്നത് 1860 അത് 19 കിലോയാണ്. 19 കിലോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് കഴിയും. ഇനിയും കൂടാൻ ഇനി ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇനിയും ഇത് കൂടാനുള്ള സാധ്യതയുണ്ട്.
സജിത്ത്, അതാണ് ഇവരുടെ ഒരു അവസ്ഥ. ഇപ്പോഴത്തെ ഈ ഒരു ഇഫ്താറിന്റെ സംഗമത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയേക്കാൾ ഇവർ ഭയപ്പെടുന്നത്, ആശങ്കപ്പെടുന്നത് പെരുന്നാൾ കാലത്ത് ഇതേ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരു 60 പേർ 70 പേരുടെയൊക്കെ ഓർഡർ ആയിരിക്കും സാധാരണ ചെറുകിട കാറ്ററിംഗ് യൂണിറ്റുകളിൽ കിട്ടുക. പക്ഷേ പെരുന്നാൾ സമയത്ത് അത് വലിയ മാറ്റമാണ് ഉണ്ടാക്കുക. ആ ഒരു ഘട്ടത്തിലും ഇതുപോലെ ഗ്യാസ് കിട്ടാത്ത അവസ്ഥയ്ക്ക് വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ വിറകിൻ്റെയും ചകിരിയുടെയൊക്കെ വിലയും ഈ ഒരു സാഹചര്യത്തിൽ അത് വർദ്ധിക്കാനുള്ളൊരു അവസ്ഥയും ഇവർ മുന്നിൽ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ, വിപണിയിൽ ഗ്യാസ് സുലഭമാക്കുക, വില നിയന്ത്രിക്കുക തുടങ്ങിയ 2 കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും കടന്നു പോവുക. ശരി, അതാണ് മലബാറിൽ പൊതുവിൽ സ്വാധീനിക്കുന്ന മറ്റൊരു വിഷയം കൂടിയാണ് അനുമോദ് സൂചിപ്പിച്ചത്. ഇഫ്താർ സംഗമങ്ങളടക്കം വൈകുന്നേരങ്ങളിൽ അവിടെയും കൂട്ടത്തോടെയില്ല. പെരുന്നാൾ ദിവസം വരുന്നതോടുകൂടി ആ പ്രതിസന്ധി അല്പം കൂടി രൂക്ഷമാകുമെന്നതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.